മേഖലയിലെ വലിയ സംഘടനകളെ നയിച്ച ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ നിയമത്തെ പേടിച്ച് ഒളിവിൽ പോകുന്നത് ഒരു ശരിയായ പ്രവണതയാണോ? അതിപ്പോൾ ഒളിവിൽ പോകുന്നത് നല്ലതാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ കോടതിയും പോലീസും ഒക്കെ ഇടപെട്ട ഒരു കേസിനെ പറ്റിയിട്ട് അതിന് അതിൻ്റേതായ തീരുമാനങ്ങൾ വരികയല്ലേ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഈ ഫെസ്റ്റിവലിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ചോദ്യം ചോദിക്കാൻ പറയാത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഞാനെന്തോ ഒളിച്ചോടി സംസാരിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കപ്പെടരുതെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് തീർച്ചയായിട്ടും ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ ഫെസ്റ്റിവലിനേക്കാൾ കൂടുതൽ ചോദ്യം ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒളിച്ചോടി പോകാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു വാർത്തയാവാനാണെങ്കിൽ യു മേ പ്രൊസീഡ്. എനിക്കൊറ്റ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ വന്നത് വളരെ അറിയപ്പെടാൻ സാധ്യതയില്ലാത്ത, അത്ര വാർത്താ മൂല്യമില്ലാത്ത ഒരു കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്യാനാണ്. അതിലേക്ക് ഇത്തരത്തിലൊരു കാര്യം വലിച്ചഴച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതായി പോകും വാർത്ത. അവിടെ മാതങ്കി ഫെസ്റ്റിവലും ഈ നൃത്തത്തിനോടുള്ള കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളും വേണ്ട രീതിയിൽ റീച്ച് ചെയ്യപ്പെടാതെ ഇരിക്കും. അപ്പോൾ ദയവേത് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും വരുമ്പോൾ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചാൽ എനിക്ക് സന്തോഷമായിരിക്കും. നിങ്ങളുടെ അവകാശമാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ. എന്തായാലും നിങ്ങൾക്ക് പറ്റും. മീഡിയ ചോദ്യം ചെയ്യാൻ ഞാൻ ഒരിക്കലും ഇല്ല. പക്ഷേ ഇങ്ങനെ ആക്കി തന്നാൽ വളരെ സന്തോഷമായിരുന്നു. ഓ, ആർക്കൊന്നും വേറെ ചോദിക്കാനില്ല അല്ലേ? അല്ല, ഞാൻ മാതങ്കിയുടെ വേറെ ഒന്നുമില്ല. ഞാനൊന്നും മിസ്സാക്കിയിട്ടില്ലല്ലോ അല്ലേ? എല്ലാവർക്കും ഒരു കാര്യം കൂടി നിങ്ങൾ എന്തെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു സഹായമായിരിക്കും. അതായത് ഇത് ഫ്രീ എൻട്രി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി പാസ് ഇന്ന സ്ഥലത്ത് നിന്നൊക്കെ എൻ്റെ സോഷ്യൽ മീഡിയ പേജസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പക്ഷേ ഈ ടിക്കറ്റ് കിട്ടിയവർക്ക് എല്ലാവർക്കും സീറ്റ് എന്ന് അവർ വിചാരിക്കരുത്. ആദ്യം വരുന്നവരാരാണോ അവർക്കായിരിക്കും സീറ്റ് എന്നുള്ളത് ഒന്ന് നിങ്ങളുടെ ഭാഷയിൽ മെൻഷൻ ചെയ്യാൻ പറ്റിയ വളരെ സന്തോഷമായിരുന്നു. പാസ് എടുക്കണം. എന്തായാലും പാസ് എടുക്കുന്നവർക്കേ എൻട്രി ഉള്ളൂ. പക്ഷേ ആ പാസ് തന്നെ എടുത്തിട്ട് നേരത്തെ വരുന്നവരാണെങ്കിൽ അവർ ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസിനേ ഉള്ളൂ. സിൻസ് നമ്മൾ പൈസ വാങ്ങിയിട്ടല്ലാത്തത് കൊണ്ട് പാസ് എടുത്തിട്ട് ചിലപ്പോൾ വരാതിരുന്നിട്ട് ആൾക്കാർക്ക് ഒരു ഇത് മിസ്സാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവിടെ ഫൈൻ ആർട്സ് ഹാളിലുള്ള അത്രയും സീറ്റ് അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ അല്ല, പ്രായമുള്ളവരൊക്കെ വന്നിരുന്നു. എന്താ അതെ അതെ. പക്ഷേ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ വരെ വന്നു പ്രോഗ്രാമിന്. ദേർ ആർ ലോട്ട് ഓഫ് ആർട്ട് കൊണേഴ്ഷ്യൽസ് അറൗണ്ട് ഹിയർ. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് നമ്മുടെ കൂടെയുള്ള സ്റ്റുഡൻസിനോട് പറഞ്ഞും വെച്ചിട്ടുണ്ട്. അവരെ കയറ്റി പ്രോപ്പറായിട്ട് ഇരുത്താനുള്ള സഹായത്തിന് നമ്മളത് പ്രതീക്ഷിച്ചില്ല. വിതരണം ഫൈൻ ആർട്സ് ഹാളിലുണ്ട്. RLB കോളേജിൽ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ എൻ്റെ നൃത്ത വിദ്യാലയമായ മാതങ്കി സ്കൂളിൽ പടമുകളിലുണ്ട്. പിന്നെ എൻ്റെ PR ടീമിന് ഒരു ഓഫീസുണ്ട് കടവന്ത്രയിൽ. അവിടെ ലാല റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെയും ഗിരിനഗറിൽ ഒരെണ്ണമുണ്ട്. പിന്നെ സ്വയംവര സിൽക്സ് നമ്മുടെ സ്പോൺസറാണല്ലോ, അപ്പോൾ അവിടെ എടപ്പള്ളിയിലുണ്ട്. അപ്പം അങ്ങനെ ആൾക്കാർക്ക് പോയി കളക്ട് ചെയ്യാനുള്ളൊരു സൗകര്യം നോക്കിയിട്ട് പല സ്ഥലത്തും. പിന്നെ അവർക്ക് വെന്യൂവിൽ പോയിട്ടും കളക്ട് ചെയ്യാം. പക്ഷെ അപ്പം നേരത്തെ എത്തിയിട്ട് നമ്മുടെ പാസ് തീർന്നു പോയാൽ പറ്റില്ല. അത്രയെങ്കിലും കാര്യം അവർ ചെയ്യണം.